നമ്മുടെ ജീവിതത്തിൽ പല അനുഭവങ്ങളുണ്ടാകും. അത് സുഖത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും അനുഭവങ്ങളാകാം. സാധാരണ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവമേ പ്രതിസന്ധികളൊന്നും തരരുതേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു. അഥവാ പ്രതിസന്ധികൾ ഉണ്ടായാൽ ഈ പ്രതിസന്ധികളെ മാറ്റിത്തരണമേ എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. എന്ന് പറഞ്ഞാൽ പ്രതിസന്ധികൾ നമുക്കാർക്കും ഇഷ്ടമല്ല. എന്നാൽ ജീവിതത്തിൽ പ്രതിസന്ധി ഉണ്ടാകാത്ത ആളുകളുമില്ല. ഒരു കാര്യം വളരെ വ്യക്തമാണ്. പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ ചില ആളുകൾ തളർന്നു പോകും. എന്നാൽ മറ്റ് ചിലർ പ്രതിസന്ധികളെ അതിജീവിച്ച് വളരും. പ്രതിസന്ധികളിൽ തളർന്നു പോണോ, പ്രതിസന്ധികളിൽ വളരണോ? ഇത് നമ്മളാണ് നിശ്ചയിക്കുന്നത്. ദൈവവുമായിട്ടുള്ള വിശ്വാസ ബന്ധത്തിൽ മാത്രമേ പ്രതിസന്ധികളെ അതിജീവിച്ച് വളരുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ എന്ന് തൻ്റെ സ്വന്തം ജീവിതത്തിലെ പ്രതിസന്ധികളിലൂടെ വളർന്ന സൂസൻ്റെ ഒരു സാക്ഷ്യമാണ് ഇപ്പോൾ നമ്മൾ കേൾക്കുവാനായിട്ട് പോകുന്നത്. സാധാരണഗതിയിൽ ജീവിതത്തിൽ ഏതെങ്കിലും പ്രതിസന്ധികൾ ഉണ്ടാകുന്നത് ആർക്കും ഇഷ്ടമല്ല. പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ ചിലർ തളർന്നു പോകും, ചിലർ അതിനെ അതിജീവിച്ച് കൂടുതൽ ശക്തിയുള്ളവരായിട്ട് തീരും. സാധാരണ കണ്ടുവരുന്നത് ആഴമായ ദൈവവിശ്വാസമുള്ളവർ പ്രതിസന്ധികളെ അതിജീവിപ്പാനും വളരുവാനും അവരെ കൊണ്ട് സാധിക്കും. ഞാൻ മനസ്സിലാക്കിയിടത്തോളം സൂസന്റെ ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികളിലൂടെ കടന്നുപോയ ഒരു വ്യക്തിയാണ്. ആ പ്രതിസന്ധികളെയൊക്കെ എങ്ങനെ തരണം ചെയ്തു എന്നറിയുന്നത് കേൾവിക്കാർക്കും മറ്റുള്ളവർക്കും അത് കൂടുതൽ പ്രയോജനപ്രദമായി തീരും. സൂസന്റെ ജീവിതത്തിൽ ഉണ്ടായ പ്രതിസന്ധികൾ ഒന്ന് പറയുന്നതിന് ബുദ്ധിമുട്ടില്ലെങ്കിൽ ഒന്ന് പറഞ്ഞാട്ടെ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഒരിക്കൽ കൂടി എൻ്റെ ദൈവം എനിക്ക് ചെയ്ത കൃപകളെ ഒരിക്കൽ കൂടി സാക്ഷിപ്പാൻ തക്കവണ്ണം ദൈവം എനിക്ക് ഈ അവസരം തന്നതോർത്ത് ദൈവത്തെ ഞാൻ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തുതിക്കുകയാണ്. എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെറുപ്പം മുതൽ എൻ്റെ മാതാപിതാക്കൾ കുഞ്ഞുനാളിലെ മരിച്ചുപോയി. എങ്കിലും ഞാൻ വീട്ടിലെ ഇളയതായിരുന്നു. എന്നെ സഹോദരങ്ങൾ അവരുടെ മക്കളെ പോലെ എന്നെ വളർത്തിയെടുത്തു. എത്രാമത്തെ വയസ്സിലാണ് മാതാപിതാക്കൾ മരിക്കുന്നേ? എൻ്റെ 13 വയസ്സ് കഴിഞ്ഞപ്പോൾ എൻ്റെ ഫാദർ മരിച്ചു. അത് കഴിഞ്ഞ് എൻ്റെ നേഴ്സിങ്ങിൽ ഞാൻ പോയി കഴിഞ്ഞാണ് എൻ്റെ അമ്മ മരിക്കുന്നത്. എൻ്റെ വിവാഹങ്ങളൊക്കെ അതിന് ശേഷമായിരുന്നു. ഞാൻ അതിനുശേഷം ഗൾഫിൽ ഒരു 35 വർഷം ജോലി ചെയ്യാൻ ദൈവം കൃപ തന്നു. അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ വിവാഹം കഴിഞ്ഞു. എൻ്റെ ഹസ്ബൻഡും എനിക്ക് 3 മക്കളെ ദൈവം തന്നു. ഒരു മകനും 2 പെൺമക്കളുമാണ്. അതിൽ എൻ്റെ മൂത്ത മകനെ ഞാൻ പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ 4 മാസമായപ്പോൾ 3 മാസം കഴിഞ്ഞപ്പോൾ 4 മാസമായപ്പോൾ എനിക്ക് ജോണ്ടിസ് ഉണ്ടായി. ആ ജോണ്ടിസോടുകൂടി ഞാൻ വളരെയധികം തകർന്നുവെങ്കിലും ഡോക്ടേഴ്സിനൊന്നും ഒരു വലിയ ഹോപ്പില്ലായിരുന്നു. ടെർമിനേറ്റ് ചെയ്യുന്നത് നല്ലതെന്ന് പലരും എന്നെ അഡ്വൈസ് ചെയ്തെങ്കിലും ആ ഒരു കാര്യത്തിൽ എനിക്കൊരിക്കലും മുൻപോട്ട് പോകാൻ സാധിച്ചില്ല. ദൈവം എനിക്ക് എന്ത് തന്നാലും ഞാനത് സന്തോഷത്തോടെ വഹിക്കുമെന്നുള്ള ഒരു പ്രോമിസോടുകൂടി ഞാൻ മുൻപോട്ട് പോയി. എൻ്റെ ഹസ്ബൻഡ് അത് എഗ്രി ചെയ്തു. ഞങ്ങളങ്ങനെ 9 മാസം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ് ഒരു സിസേറിനോടുകൂടിയാണ് ഞാൻ അവനെ പ്രസവിക്കുന്നത്. ദൈവം എനിക്ക് ഒരു നോർമലായ ഒരു 4 കിലോയുള്ള ഒരു കുഞ്ഞിനെയാണ് ദൈവം തന്നത്. അവന് യാതൊരു അംഗഭംഗങ്ങളും ഇല്ലാതെ, ഇവനൊരു ഫിസിയോളജിക്കൽ ജോണ്ടിസ് പോലും ഇല്ലാതെ ആ കുഞ്ഞ് വളർന്നു വന്നു. പക്ഷേ ഞാൻ ചെറുപ്പം മുതൽ അവനെ എൻ്റെ ദൈവസ്ഥാനതയിൽ സമർപ്പിച്ചപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. ഞാൻ മറ്റൊന്നും ഞാൻ ദൈവത്തോട് ആവശ്യപ്പെട്ടില്ല. എൻ്റെ ദൈവത്തെ അറിയുന്ന കുഞ്ഞുങ്ങളായി എനിക്ക് 3 കുഞ്ഞുങ്ങളെയും വളർത്തിയെടുക്കുവാനുള്ള ദൈവകൃപ തരണമെന്ന് മാത്രമേ ഞാൻ ആവശ്യപ്പെട്ടുള്ളൂ. അവന് ഡോക്ടറാകണമെന്ന് അവൻ ആഗ്രഹിച്ചു. അവനെ ദൈവകൃപയാൽ അതിനെ വിടുവാനുള്ള സാഹചര്യം ദൈവം ഒരുക്കി തന്നു. അവനിന്ന് വെല്ലൂർ ഹോസ്പിറ്റലിൽ നെഫ്രോളജിസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്നു. മറ്റ് 2 പേരും, ഒരാൾ ഡെന്റിസ്റ്റ്, ഒരാൾ ഓസ്ട്രേലിയയിൽ ബിസിനസ് മാനേജ്മെൻറ്റിൽ വർക്ക് ചെയ്യുന്നു. നമ്മൾ ടെർമിനേറ്റ് ചെയ്യണം എന്ന് പലരും പറഞ്ഞ ആ ഒരു കുഞ്ഞ് ഇന്ന് വളർന്ന് വെല്ലൂർ ഹോസ്പിറ്റലിലെ ഒരു ഡോക്ടറായിട്ട്
പ്രവർത്തിക്കുന്നു എന്ന് ഓർക്കുമ്പോൾ ദൈവത്തിന് സ്തോത്രം ചെയ്യുവാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഉണ്ട്. ദൈവനാമത്തിന് ഒരുപാട് കാര്യങ്ങൾ എനിക്ക് സ്തോത്രം ചെയ്യുവാൻ ദൈവം തന്നിട്ടുണ്ട്. അതിനെ തുടർന്ന് നമ്മുടെ ജീവിതത്തിൽ നേരിട്ടതാളും എന്തെങ്കിലും പ്രതിസന്ധികൾ പ്രത്യേകിച്ചുണ്ടോ എന്ന് പറയാമോ? അവൻ അവിടെ ജോലി ചെയ്യുന്ന സമയത്താണ് ഞങ്ങൾ ഒരു 2004 ഞങ്ങൾ ലീവിന് വരികയും എൻ്റെ ഹസ്ബൻഡിൻ്റെ വയറിൻ്റെ ഒരു ചെറിയ പ്രോബ്ലത്തിൻ്റെ പേരിൽ ഞങ്ങൾ വെല്ലൂരിൽ പോയി. അവിടെ ഒരു പ്രഗത്ഭനായ ഒരു ഡോക്ടറെയാണ് അവൻ കാണിച്ചത്. അവനും അവിടെ ഉണ്ടായിരുന്നത് കൊണ്ടാണ് ഞങ്ങൾ അവിടെ പോകാൻ തന്നെ കാരണം. ഒരു ചെറിയ ഓപ്പറേഷനാണെന്നാണ് എന്നെ മനസ്സിലാക്കി തന്നത്. ഓപ്പറേഷൻ കഴിഞ്ഞ് 4 ദിവസം വലിയ പ്രോബ്ലം ഒന്നുമില്ലായിരുന്നു. പെട്ടെന്ന് 4ാമത്തെ ദിവസം പെയിൻ കൂടി. അവർ പറഞ്ഞു സ്കാൻ ചെയ്തപ്പം റീ ഓപ്പൺ ചെയ്യണമെന്ന് പറഞ്ഞു. റീ ഓപ്പൺ ചെയ്തതിന് ശേഷം വെൻറ്റിലേറ്ററിലായിരുന്നു പുള്ളി. അതിന് 3-4 ദിവസം അവിടെ കടന്നതിന് ശേഷമാണ് അദ്ദേഹം ഈ രോഗത്തിൽ നിന്ന് വേർപെട്ടു. അല്ല, മൈനർ ഓപ്പറേഷനൊക്കെ ആയിരുന്നു എന്ന് പറയുകയും പക്ഷെ അത് മരണത്തിലേക്ക് കലാശിക്കുകയും ചെയ്തു എന്ന് പറയുമ്പോൾ ഇതിനിടയ്ക്ക് പ്രത്യേക സംഭവങ്ങൾ വല്ലതും ഉണ്ടായോ? 4ാമത്തെ ദിവസം പുള്ളി പെയിൻ പറഞ്ഞപ്പോൾ അവരെ സ്കാൻ ചെയ്തപ്പം പറഞ്ഞു ഒരു സ്റ്റിച്ച് അഴിഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മുടെ ഈ പെരിറ്റോണിയൽ ഫ്ലൂയിഡ് പെരിറ്റോണിയത്തിൽ ഇൻഡസ്ട്രിയലിലെ ഫ്ലൂയിഡ് പെരിറ്റോണിയത്തിലേക്ക് വന്ന് പെരിറ്റോണൈറ്റിസ് ആയിട്ട് മാറി എന്നാണ് എന്നോട് പറഞ്ഞത്. അങ്ങനെ പെട്ടെന്ന് പിന്നെ ഒരുപാട് ആൻറ്റിബയോട്ടിക്കും കാര്യങ്ങളൊക്കെ ചെയ്തു. വെൻറ്റിലേറ്ററിലായിരുന്നു. എന്നെ വലുതായിട്ടൊന്നും അവർ കുഞ്ഞുങ്ങളെന്നെ അറിയിച്ചിരുന്നില്ല. കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. ഞാൻ മരിക്കുന്നതിൻ്റെ ആ വെളുപ്പിനെ ഞാൻ ഒരു 3 മണിയായപ്പോൾ എന്നെ ഉണർത്തിയ പോലെ ഞാൻ ഉണർന്നു. ഞാൻ 4 മണിയായപ്പോൾ ഡ്രൈവർ പറഞ്ഞു എനിക്ക് പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോകണമെന്ന് പറഞ്ഞു. ഞാൻ ഹോസ്പിറ്റലിൽ ചെന്നു. എന്നെ അവർ ആദ്യം കയറ്റി വിടാൻ ഇഷ്ടപ്പെട്ടില്ല. എങ്കിലും ഞാൻ പറഞ്ഞു എനിക്ക് കണ്ടേ ഒക്കത്തുള്ളൂ പറഞ്ഞു. ഞാൻ കയറി, ഞാൻ ചെന്നു, ഞാൻ പ്രാർത്ഥിച്ചു. ഞാനൊരു ചെറിയ പാട്ടൊക്കെ പാടി പുള്ളിയോട് ഞാൻ പറഞ്ഞു ഞാൻ പാടിക്കോളാം, ഞാൻ പ്രാർത്ഥിച്ചോളാം, അപ്പോൾ കേട്ടുകൊണ്ട് കിടന്നാൽ മതിയെന്ന് പറഞ്ഞു. ദൈവസന്നിധിയിൽ സമർപ്പിച്ചിട്ട് ഞാൻ ചാപ്പലിലേക്ക് തിരിച്ചു പോന്നു. വിത്തിൻ 1 or 2 hours പെട്ടെന്ന് കാർഡിയാക് അറസ്റ്റ് ആയിരുന്നു എന്ന് അവർ പറഞ്ഞത് ഞാൻ കേട്ടത്. ഞാൻ എത്തിയപ്പോഴത്തേക്ക് പുള്ളി മരിച്ചു കഴിഞ്ഞിരുന്നു. അപ്പോൾ അവസാന നാഴികയ്ക്ക് തൊട്ട് മുൻപ് അവിടെ ഒന്ന് പോകുവാനും കാണുവാനും പ്രാർത്ഥിക്കാനും ഒക്കെ സാധിച്ചു എന്നുള്ളത് വലിയൊരു ആശ്വാസമായിട്ട് വലിയ ആശ്വാസമായിരുന്നു. പിന്നീട് ഞാൻ അതിനെപ്പറ്റി ആലോചിച്ചപ്പോൾ എന്നെ ആരുണർത്തി എന്തിന് എൻ്റെ മകൻ പോലും ഉണ്ട് ചോദിച്ചു അമ്മ എന്തിന് ഇത്ര വെളുപ്പാങ്കാലത്ത് ഇറങ്ങി വന്ന് ഞാനിവിടെ ഇല്ല. ഞാൻ പറഞ്ഞു മോനെ അറിയത്തില്ല, എനിക്ക് കാണണം, എനിക്കിപ്പോൾ കാണണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടു. എന്നെ അവിടെ അവർ കയറ്റി വിട്ടു. മോൻ അവിടെ ഉണ്ടായിരുന്നു, മോനായിരുന്നു അടുക്കളുണ്ടായിരുന്നെങ്കിൽ. അങ്ങനെ അതിന് ശേഷം ഉണ്ടായ ഒരു സംഭവം എന്ന് വെച്ചാൽ എനിക്ക് എന്ത് ചെയ്യണമെന്ന് എൻ്റെ അച്ഛ എനിക്കറിയത്തില്ല. ഷോക്കെന്ന് പറഞ്ഞാൽ ഞാൻ ജീവിതത്തിൽ ഒരിക്കലും എനിക്കായിരുന്നു പല അസുഖങ്ങളും ഒക്കെ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയായിരുന്നെങ്കിലും ഡയബറ്റീസും മറ്റേതൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഇങ്ങനെ ഒരു അനുഭവത്തിൽ ഞാൻ കടന്നു പോകേണ്ട വരുമെന്ന് ഞാൻ ജീവിതത്തിൽ ഒരിക്കലും ചിന്തിച്ചില്ല. തികച്ചും അപ്രതീക്ഷിതമായിരുന്നു. വളരെ വളരെ എൻ്റെ മക്കളാണെങ്കിൽ അതിലൊക്കെയും ഈ പറയുന്ന മകൻ തൊട്ട് എല്ലാവരും വി ആർ ഡിപ്പെൻഡിങ് ഓൺ ഹിം എന്ന് ഞാൻ സത്യം പറഞ്ഞാൽ ഇപ്പം ചിലപ്പോഴൊക്കെ ഞാൻ ചിന്തിക്കും അതായിരുന്നു ഇതിൻ്റെ റീസൺ എന്ന് പോലും എനിക്ക് ചിലപ്പോഴും തോന്നിയിട്ടുണ്ട്. അത്രമാത്രം ഒരു കരുതലുള്ള ഒരു മനുഷ്യനായി അദ്ദേഹം. എനിക്ക് ഒന്നും അറിയേണ്ട കാര്യങ്ങളില്ല. ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളെ വളർത്തുക, അവരെ പഠിപ്പിക്കുക, അവരുടെ ആത്മീയ കാര്യങ്ങളൊക്കെ കൂടുതലും ഞാൻ ശ്രദ്ധിച്ചിരുന്നു. പ്ലസ് എൻ്റെ പ്രൊഫഷൻ അതിലും അദ്ദേഹം എനിക്ക് വളരെയധികം സപ്പോർട്ടായിരുന്നു. ഞാൻ ഇത്രയും കാലം ജോലി ചെയ്തത് തന്നെ അദ്ദേഹത്തിൻ്റെ ഫുൾ സപ്പോർട്ടോടുകൂടിയാണ്. പുള്ളിക്കറിയാമായിരുന്നു എനിക്ക് എൻ്റെ പ്രൊഫഷനോട് വളരെ എനിക്ക് സന്തോഷമുള്ളൊരു സംഗതിയാണെന്ന്. അങ്ങനെ ഞാൻ മുൻപോട്ട് പോകുമായിരുന്നു. ഇവിടെ വന്നു ഈ ഒരു സംഭവത്തോടുകൂടി എന്ത് ചെയ്യണം. ഞാൻ 15-ാമത്തെ വയസ്സിൽ എൻ്റെ വീട് വിട്ടതാണ്. അതിനുശേഷം എനിക്ക് നാടിനെപ്പറ്റി ഒന്നും വലിയ അറിവുകളില്ല. ഒരു ബാങ്കിൽ പോകാൻ എനിക്കറിയത്തില്ല. ബാങ്കിൽ ചെന്നാലും ഞാൻ വെറുതെ ഒരു കുഞ്ഞിനെ പോലൊക്കെ അവിടെ കുത്തിയിരിക്കും. എന്തൊക്കെയോ സർവ്വ പള്ളി ഇടുന്ന കാശ് വരെ ഞാൻ കൈ നീട്ടുമ്പോൾ തരും. എനിക്കതിൽ അവിടുത്തെ ഒരു ജീവിതമേ അങ്ങനെ. നമുക്ക് ഒരു വ്യക്തിക്ക് പെട്ടെന്നുള്ള വേർപാടെന്ന് പറയുന്നത് വല്ലാത്തൊരു ശൂന്യതയായിരുന്നു. ശൂന്യത എന്ന് വെച്ചാൽ വളരെയധികം ഞാൻ തകർന്ന ഒരു വ്യക്തിയായിരുന്നു. 1 വർഷത്തോളവും ഞാൻ വളരെയധികം എനിക്ക് ഒരു താങ്ങാൻ വയ്യാത്തൊരു ഭാരത്തിൽ കൂടി ഞാൻ കടന്നുപോയി. അപ്പോൾ അങ്ങനെയാണ് എന്നെ പല തിരുമേനിമാരും ഒക്കെ പറഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ എറണാകുളത്ത് തന്നെ കൊണ്ടുവരുന്നത്. കൂട്ടത്തിലാണ് ഞാൻ അവിടെ കോട്ടയത്ത് തന്നെ 3 മാസം കൗൺസിലിങ്ങിന് എന്നെ വിട്ടതും. ആ കൗൺസിലിങ് കഴിഞ്ഞ് ഞാൻ തിരിച്ചു വന്നു കഴിഞ്ഞു. ഞാൻ ഇങ്ങനെ എൻ്റെ
എനിക്ക് വലിയൊരു നെയ്ബറെ ദൈവം അറേഞ്ച് ചെയ്ത് തന്നു, വത്സ. അതുകൂടാതെ ഞാൻ എൻ്റെ വീട്ടിലൊരു പ്രെയർ ഞങ്ങളുടെ ലേഡീസ് പ്രെയറായിട്ട് ഉപയോഗിച്ചു. അവരൊക്കെ എല്ലാവരും എൻ്റെ പള്ളിയിൽ നിന്നും എൻ്റെ അച്ഛന്മാരും എല്ലാവരും എനിക്ക് ഒരുപാട്. അതായത് ഭർത്താവിൻ്റെ വേർപാട് നമ്മളിൽ ഉണ്ടാക്കിയ ആ ശൂന്യത നികത്തുവാൻ തക്കവണ്ണം ആത്മീയമായ പല സഹായങ്ങളും ദൈവം എനിക്ക് തന്നു, ദൈവം ഒരുക്കി തന്നു എന്നാണ് ഈ പറയുന്നത്. അതിൻ്റെ കൂടെ മക്കളും വളരെ സപ്പോർട്ടീവായിരുന്നു. ഐ ആം ബ്ലസ്ഡ് വിത്ത് ദം, ദാറ്റ് മച്ചുള്ളി ഐ ക്യാൻ സേ. അങ്ങനെ ഞാൻ മുൻപോട്ട് പോയി. എനിക്ക് പെട്ടെന്നുള്ള വേർപാടെങ്കിൽ നമ്മളങ്ങ് സ്തബ്ധരായി പോകും. ആ സമയം നമ്മൾ അറിയാതെ ഒരുപാട് ചോദ്യങ്ങളൊക്കെ ദൈവത്തോട് ചോദിക്കും. എന്നിലുള്ള കുറവ് എനിക്ക് കാണിച്ചു തരണമേ എന്ന് ഞാൻ ദൈവത്തോട് ഞാൻ നിലവിളിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ട്. കർത്താവേ, ഞാൻ നിന്നേക്കാൾ കൂടുതലായി ഞാൻ ആരെയെങ്കിലും സ്നേഹിച്ചിട്ടുണ്ടോ എങ്കിൽ എന്നോട് ക്ഷമിക്കണമെന്ന് ഞാൻ ദൈവസന്നിധി പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ ചെയ്തിട്ടുണ്ട്. എനിക്ക് തന്നെ അറിയില്ല എന്താ കാരണം ഞങ്ങൾ രണ്ടുപേരും പള്ളിയുടെ കാര്യങ്ങൾക്ക് നടന്നെങ്കിലും അച്ഛാ രുചിച്ചറിയുക, ദൈവസ്നേഹം എന്തെന്ന് രുചിച്ചറിയുവാനുള്ള ഒരു കൃപ എനിക്ക് ലഭിച്ചത് എൻ്റെ ഹസ്ബൻഡിൻ്റെ മരണശേഷമാണ്. ഞാനത് മറ്റുള്ള പലരോടും ഞാനത് സാക്ഷിക്കുന്ന ഒരു വ്യക്തിയാണ്. കാരണം നമ്മുടെ ജീവിതത്തിൽ നമുക്കെല്ലാം ഉള്ളപ്പം എല്ലാവരും സഹായിക്കാനുണ്ട്, എല്ലാ ഫ്രണ്ട്സുണ്ട്, എല്ലാവരും ഉണ്ട്. പക്ഷേ അന്നേരം ഒന്നും നമ്മൾ ആ ദൈവസ്നേഹം എന്തെന്ന് കൂടുതലായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കത്തില്ല. നമ്മളാണ് ദൈവത്തിന്റെ കരുതൽ എന്താണെന്നുള്ളത് കൂടുതലായിട്ട് ഞാൻ മനസ്സിലാക്കി. ഇന്ന് അച്ഛനോട് ഞാൻ പറഞ്ഞ മാതിരി ഓരോ പാട്ടുകൾ പാടുമ്പോഴും പാടുന്നുണ്ട്, നല്ലപോലെ പാടുന്ന ഉള്ള സ്വരത്തിലൊക്കെ പാടും. പക്ഷെ അത് എത്രമാത്രം എൻ്റെ ജീവിതത്തിൽ അതെന്നെ ടച്ച് ചെയ്തിരുന്നു, സാധിച്ചിട്ടില്ലായിരുന്നു. പക്ഷേ ഇന്ന് ഞാൻ പാടുമ്പോഴും ഞാൻ മറ്റുള്ളവരോട് ഞാൻ പറയുന്നു, ആ പാടുന്ന ഓരോ സെൻറ്റൻസിലും അതിലെന്താണ് അടങ്ങിയിരിക്കുന്നതെന്നുള്ളത് നമ്മൾ ആരെങ്കിലും എഴുതിയതായിക്കോട്ടെ, പക്ഷേ അത് നമുക്ക് വേണ്ടി എഴുതിയതാണ്. അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ, മരിക്കുന്ന ദിവസം ഞാൻ പാടിയ പാട്ടാണ് കരുതുന്നവൻ ഞാനല്ലയോ. അതിൻ്റെ ഒരു 2 ലൈൻ ഒന്ന് പാടാമോ? കരുതുന്നവൻ ഞാനല്ലയോ, കലങ്ങുന്നതെന്തിനു നീ, കണ്ണുനീരിൻ്റെ താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ, കണ്ണുനീരിൻ്റെ താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ. ഈ പാട്ട് വളരെ അർത്ഥപൂർണമായിട്ട് നമ്മുടെ ഭർത്താവിൻ്റെ ആ ബെഡിനരികിൽ നിന്നുകൊണ്ട് പാടാനായിട്ട് സാധിച്ചു. അതൊരു നമ്മുടെ ഉള്ളിലുള്ള വലിയൊരു വിശ്വാസത്തിൻ്റെയും ബലത്തിൻ്റെയും ഒരു പ്രതീകമായിട്ടാണ് അത് പാടിയതല്ലേ? ഞങ്ങൾ അച്ഛൻ അഡ്മിറ്റ് ചെയ്യുന്നതിൻ്റെ ആ ദിവസം ഞായറാഴ്ച വൈകിട്ടത്തെ ഞങ്ങളുടെ സന്ധ്യാപ്രാർത്ഥന ഞാൻ ഈ പാട്ടായിരുന്നു ഞങ്ങൾ പാടി പ്രാർത്ഥിച്ചത്. പക്ഷേ ആ പാട്ട് പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നു. അദ്ദേഹത്തിൻ്റെ അടുക്ക ഞാനിങ്ങനെ ചെവിയോട് ചേർത്ത് വെച്ച് ഞാൻ പാടി, ഞാൻ പ്രാർത്ഥിച്ചു. പക്ഷെ അന്നൊന്നും അത് എൻ്റെ ജീവിതത്തിൽ ഞാനതൊരു പുള്ളിക്കൊരാശ്വാസമായിട്ടാണോ എങ്ങനെയാണ് അത് പാടിയെന്നൊന്നും എനിക്ക് അന്ന് മനസ്സിലായില്ല. വളരെ ഏതെങ്കിലും മീറ്റിങ്ങിൽ പോകുമ്പം ഈ പാട്ട് പാടുമ്പോൾ ഞാൻ കരയും. കാരണം പെട്ടെന്ന് എനിക്ക് ആ സീനോ എൻ്റെ മനസ്സിലോടി വരും. പക്ഷേ ഒരിക്കലും എൻ്റെ ദൈവം എൻ്റെ സ്വപ്നത്തിലാണോ എന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല. എന്നോട് നേരിട്ട് സംസാരിച്ച പോലെ കഴിഞ്ഞു, മോളെ ഇത് ഞാൻ ആർക്കും വേണ്ടി പാടിയത്, നിനക്ക് വേണ്ടി ഞാൻ പാടിയതാണ്, ഇത് ഞാനാണ് പറയുന്നതെന്ന് എൻ്റെ ദൈവം എന്നെ മനസ്സിലാക്കി. കൂട്ടുകാരിൽ പരമായി എനിക്ക് തേനിനേക്കാൾ മധുരമായി എൻ്റെ മനസ്സിൽ എനിക്ക് തോന്നാൻ തുടങ്ങിയത്. അതുപോലെ ഓരോ കാര്യങ്ങളിലും ദൈവസന്നിധിയിലിരുന്ന് കരഞ്ഞ് ഞാൻ എപ്പോഴും രാത്രി കാലങ്ങളിൽ എൻ്റെ പ്രയാസങ്ങൾ ഞാൻ അച്ഛനോട് പറഞ്ഞില്ല, എനിക്കുണ്ടായ പ്രയാസങ്ങൾ ഫൈനാൻസ് അല്ലായിരുന്നു. എനിക്ക് ഏറ്റവും കൂടുതൽ പ്രയാസം നമുക്ക് മറ്റുള്ളവരോട് ഇതൊക്കെ തുറന്ന് പറയാനൊക്കത്തില്ലാത്ത ഒരു സ്റ്റേജിൽ ഞാൻ വന്നപ്പോൾ ഞാൻ ഓരോ കാര്യങ്ങളിലും തന്നെത്താനെ പോകേണ്ട ഓരോ അവസരങ്ങൾ വന്നപ്പോഴും ഞാൻ കരഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ നേരം വെളുക്കുമ്പോൾ അതിൻ്റെ സൊല്യൂഷൻ എനിക്ക് എന്തെങ്കിലും എനിക്കതൊരു നല്ലൊരു ആലോചന തരും, അല്ലെങ്കിൽ ആരെങ്കിലും എനിക്കൊരു സഹായത്തിനൊരു വ്യക്തിയെ കിട്ടും. ഇങ്ങനെയൊക്കെ ഞാൻ മുൻപോട്ട് ഇതുവരെയും പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. സോ ഭർത്താവിൻ്റെ മരണം വല്ലാത്തൊരു ഷോക്കും ഒരു ശൂന്യതയും ഒക്കെ ഉണ്ടാക്കിയെങ്കിലും അതിനെ അതിജീവിപ്പാൻ തക്കവണ്ണം ദൈവ കൃപ കൂടെ ഇരുന്ന് നമ്മളെ ബലപ്പെടുത്തിയ ആ ഒരു അനുഭവമാണ് ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതിനോടനുബന്ധിച്ച് മറ്റേതെങ്കിലും രീതിയിലുള്ള പ്രതിസന്ധികളോ അതുപോലെയുള്ള പ്രയാസങ്ങളൊക്കെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ? ഇപ്പോഴും മരിച്ചിട്ട് 15 വർഷമാകാൻ പോകുന്നു. അതിൻ്റെ ഇടയ്ക്ക് കഴിഞ്ഞ ജാനുവരിയിൽ എൻ്റെ മകൾ ലീവിന് വന്നിരുന്നു, ഇളയ മകൾ ഓസ്ട്രേലിയയിൽ നിന്ന്.
അവൾ 5-ാം തീയതിയാണ് എനിക്കൊരു ആക്സിഡൻറ്റ് ഉണ്ടാകുന്നത്. ഞാനൊരു യൂബറുകാരന് വഴി പറഞ്ഞു കൊടുത്തു. അവൻ റിവേഴ്സ് എടുക്കുന്നതിന് പകരം മുൻപോട്ട് വന്ന് എന്നെ ഇടിച്ചു. ഞാൻ താഴെ വീണു. എനിക്ക് വളരെയധികം ഡാമേജസ് ഉണ്ടായി. എൻ്റെ ഇടത്തെ കൈയൊക്കെ ഒടിഞ്ഞു പോയി, കാലിൽ കൂടെ വീഴുക, അങ്ങനെ പല പ്രയാസമാണ്. അപ്പോഴാ ദിവസങ്ങളിൽ എനിക്കുണ്ടായ ഒരു ആവശ്യമില്ലാത്ത ചില ചിന്തകൾ ഞാൻ എൻ്റെ വത്സയോടൊക്കെ ഞാൻ വിളിച്ചു. എനിക്കെന്തോ എൻ്റെ മനസ്സിന് ഭയങ്കര ഭാരം. അവൾ തിരിച്ചു പോകുന്നു, ഇളയ മോളെ അവൾ. അപ്പോൾ ഞാൻ പറഞ്ഞു, ചിലപ്പോൾ എന്തോ ഇനി അവളിനി തിരിച്ചു വരുമോ? ഞാൻ വയസ്സ് 74 ആകുന്നില്ല എനിക്ക്. അവളിനി തിരിച്ചു വരുമ്പോഴത്തേക്ക് ഞാൻ കാണുമോ? ഇതൊക്കെ ഞാൻ ഇങ്ങനെ പറയാറുണ്ടായിരുന്നു. എന്തിനാണ് ഞാനിത് സംസാരിച്ചെന്ന് പോലും ഇപ്പം തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് എന്നോട് തന്നെ ഞാൻ സാത്താനെ ഞാൻ അങ്ങ് ശാസിക്കുകയാണ്. അവൻ കൊണ്ടുവന്ന ചില പരീക്ഷണം പോലെ എനിക്ക് തോന്നുന്നു. ഞാൻ ഇങ്ങനെയൊക്കെ ആ വിഷമിച്ചിരിക്കുന്ന സമയത്താണ് ഞാൻ പെട്ടെന്ന് ആക്സിഡൻ്റ് ആകും. അയ്യോ, നാളെ കുഞ്ഞു പോവുക, അവളെ അറിയിക്കരുതെന്ന് പോലും എനിക്ക് ആഗ്രഹം തോന്നി. അവൾ പക്ഷേ വീട്ടിലുണ്ടായിരുന്നു. അവൾ പെട്ടെന്ന് ടിക്കറ്റ് ക്യാൻസൽ ചെയ്ത് അവൾ ഒരു മാസം എൻ്റെ കൂടെ നിന്നു. അത് കഴിഞ്ഞാണ് അവൾ പോകുന്ന പിറ്റേ ദിവസം മൂത്ത മോള് വന്നു. അതിനുശേഷം ഈ ആക്സിഡന്റ് ഏതെങ്കിലും രീതിയിലുള്ളതായിട്ടുള്ള ബലഹീനതകൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ട്. എൻ്റെ കൈ ഇപ്പോഴും എനിക്ക് ശരിക്കും പോക്കെ എന്നെ ഞാൻ ഡ്രസ്സ് ചെയ്തൊക്കെ വിട്ടേക്കാണ്. ഈ കൈക്ക് ഇച്ചിരി പ്രയാസമുണ്ട് ഇപ്പോഴും. ഫ്രാക്ചർ ഉണ്ടായി, വലിയ ഫ്രാക്ചറായിരുന്നു. പിന്നെ എന്നെ സ്ക്രൂ ഇട്ട് ഇപ്പോൾ വെച്ചിരിക്കുകയാണ്. പക്ഷേ ഇതൊന്നും എന്നെ അലട്ടിയില്ല. അച്ഛനോട് ഒന്നും ഞാൻ പറയും. എനിക്ക് ഒന്നിനു പുറകെ ഒന്നായിട്ട് ഇതുപോലെയുള്ള പ്രതിസന്ധികൾ ഉണ്ടായിട്ടും ചഞ്ചലപ്പെട്ടു എനിക്കിതിനകത്ത് യാതൊരു ഭാരങ്ങളും എനിക്കില്ല. അപ്പോഴും എന്നെ ഞാൻ ഒന്ന് മനസ്സിലാക്കിയതാണ്, നീ ഏകയല്ലെന്ന് ഞാൻ നിന്നെ ഒന്ന് മനസ്സിലാക്കുമായിരുന്നു. സാരമില്ല, നിനക്ക് ഇച്ചിരി വേദന ഞാൻ തന്നു എങ്കിലും ഞാനങ്ങ് നിന്നോട് തന്നെ സംസാരിക്കും, ഞാൻ ചിലപ്പോൾ എങ്കിലും നീ ഏകയല്ലെന്ന് എനിക്ക് നിന്നെ ഒന്ന് മനസ്സിലാക്കണം. നിൻ്റെ ആവശ്യങ്ങളിൽ നിന്നെ കരുതുവാൻ, നിന്നെ കാക്കുവാൻ, നിനക്ക് ആവശ്യമുള്ള ആൾക്കാരെ തരാനുള്ള കഴിവ് എനിക്കുണ്ടെന്ന് നീ ഒന്ന് മനസ്സിലാക്കും. അതിനുശേഷം അച്ഛാ ഞാൻ വളരെ തുറന്ന് സംസാരിക്കുന്ന വ്യക്തിയാണ്. ഞാൻ പറയായിരുന്നു, എനിക്ക് ഒരു ഭാരങ്ങളും, എനിക്കൊരു സന്തോഷമേ ഉള്ളൂ. ഈ പേരിൽ കൂടി എനിക്ക് ധാരാളം സമയം ദൈവം തന്നു. എനിക്ക് ധാരാളം പേർക്ക് കൊണ്ട് പ്രാർത്ഥിക്കാൻ, ധാരാളം പേരെ ഞാൻ മീറ്റ് ചെയ്യുന്നുണ്ട് ദിവസവും. ഓട്ടോയിൽ പോകുമ്പോഴാണെങ്കിലും എനിക്ക് ഒരാളെ കിട്ടും. അതായത് ഇതുപോലെയുള്ള അനുഭവത്തിലൂടെ കടന്നുപോയ പലർക്കും ആശ്വാസം പകരുവാൻ തക്കവണ്ണം ദൈവം എനിക്ക് സൂസൻ ഇപ്പോൾ ഉപയോഗപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നാണ് പറയുന്നത് അല്ലേ? ഞാൻ എൻ്റെ കോളനിയിൽ ആരെങ്കിലും സിക്കായാലും ആർക്കാവശ്യമുണ്ടെങ്കിലും എനിക്ക് ഓടിയെത്തുവാനുള്ള ഒരു കൃപ ദൈവം തന്നിട്ടുണ്ട്. എനിക്കത് ഇഷ്ടമായി. ഐ എം ഹാപ്പി വിത്ത് ദാറ്റ്. എന്നെ വിളിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കും. കാരണം ഞാൻ പോകും. ഞാൻ വലുതായിട്ടൊന്നും അധികം വിസിറ്റിനൊന്നും പോകത്തില്ല. പക്ഷേ ആര് സിക്കാണ്, ആർക്കെങ്കിലും പ്രയാസമുണ്ടോ, ആരുടെയെങ്കിലും ആവശ്യങ്ങളുണ്ടോ, ഞാൻ എൻ്റെ ജീവിതത്തിലെ എൻ്റെ ആ പ്രൊഫഷണൽ വെച്ച് തന്നെ ഞാൻ എനിക്ക് പലർക്കു വേണ്ടിയും പ്രവർത്തിക്കാം. നമ്മുടെ ജീവിതത്തിലെ അനുഭവങ്ങൾ നമ്മൾ അനുഭവിച്ചറിഞ്ഞ് അതിനെ അതിജീവിച്ച വ്യക്തിയാണ്. അങ്ങനെയുള്ളവർക്ക് മാത്രമേ മറ്റുള്ളവരുടെ ജീവിതത്തിൻ്റെ വേദന എന്താണെന്നുള്ളത് ശരിക്കും മനസ്സിലാക്കാൻ ഒക്കത്തുള്ളൂ. സൂസൻ ഇപ്പോൾ മറ്റുള്ളവരുടെ വേദന മനസ്സിലാക്കി അവർക്ക് ഒരു ആശ്വാസം പകർന്നു കൊടുപ്പാനും ആ വേദനയെ അതിജീവിപ്പാനുമുള്ള ഒരു വലിയ ശുശ്രൂഷയാണ് ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അല്ലേ? എനിക്ക് ചെയ്യണമെന്ന് ഇന്നും ആഗ്രഹമുണ്ട്. ഞാൻ ഡെയിലി പ്രാർത്ഥിക്കുന്ന ഒരു കാര്യമുണ്ട്, കർത്താവേ, ഒരു വ്യക്തിയോടെങ്കിലും എൻ്റെ യേശുവിൻ്റെ സ്നേഹം ഒന്ന് അറിയിക്കാൻ എനിക്ക് കൊണ്ടുത്തരണേന്ന്. ഒന്നുകിൽ ടെലിഫോണിലായിരിക്കാം, ചിലപ്പോൾ ഞാൻ മുഖാമുഖമായിരിക്കാം, ചിലപ്പോൾ എൻ്റെ യാത്രയിലായിരിക്കാം. എനിക്ക് ആരോടും എൻ്റെ ദൈവത്തെപ്പറ്റി പറയുവാൻ ഒരു നാണമോ പ്രയാസമോ ചഞ്ചലമോ എനിക്കില്ല. ഞാൻ വളരെ ഒരു കഴിവില്ലാത്തൊരു വ്യക്തിയാണെന്ന് എനിക്ക് തന്നെ അറിയാം. പക്ഷേ എനിക്ക് ഒന്നറിയാം, യജ്ഞനായ മോശയെ നടത്തിയ ദൈവം എന്നെ ഇന്നയോളം നടത്തുവാൻ സർവശക്തനെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അന്ത്യത്തോളം ആ പാതയിൽ പിന്തുടരാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതൊരു വലിയ സമർപ്പണമാണ് ഇപ്പോൾ സൂസൻ പറഞ്ഞത്. അതായത് എന്നെ ഇത്രയും നടത്തിയ ദൈവം അന്ത്യത്തോളം എന്നെ ബലപ്പെടുത്തി നടത്തും എന്നുള്ളൊരു വലിയ പ്രത്യാശയാണ് സൂസൻ പറഞ്ഞത് അല്ലേ? സൂസൻ ഇങ്ങനെ ഒരുപാട് പാട്ടുകൾ ഇപ്പോൾ അർത്ഥമുള്ള പാട്ടുകളാക്കി പാടുന്നു. അതിൻ്റെ അർത്ഥം ഉൾക്കൊണ്ടുകൊണ്ട് പാടാനായിട്ട് സാധിക്കുന്നു. ഇപ്പം ഏറ്റവും വലിയ അർത്ഥമുണ്ടെന്ന് നമ്മുടെ ജീവിതത്തിൽ തോന്നിപ്പിക്കുന്ന ഒരു പാട്ട് ഏതാന്ന് പറയാമോ? ഉണ്ട്. നടത്തിയ വിധങ്ങളോർത്താൽ നന്ദിയേകിടാതിരുന്നിടുമോ നാഥൻ. നടത്തിയ വിധങ്ങളോർത്താൽ നന്ദിയേകിടാതിരുന്നിടുമോ. ഏകയെന്നു തോന്നിയപ്പോൾ ജീവിതത്തിന്മേടുകളിൽ, ഏകയെന്നു തോന്നിയപ്പോൾ ധൈര്യം നൽകി, വചനം നൽകി, ധൈര്യം നൽകി,
വചനം നൽകി നടത്തിയ വിധങ്ങളോർത്താൽ നന്ദിയേകിടാതിരും നീടുമോ. നാഥൻ നടത്തിയ വിധങ്ങളോർത്താൽ നന്ദിയേകിടാതിരും നീടുമോ. ഈ പാട്ടിലൂടെ സൂസനിൽ ഉണ്ടായിരിക്കുന്ന വലിയൊരു വിശ്വാസം എന്ന് പറയുന്നത്, ഞാൻ ഏകയല്ല. എൻ്റെ ജീവിതത്തിന്റെ എല്ലാ അനുഭവങ്ങളിലും എൻ്റെ കൂടെ ആരോ ഉണ്ട്, എൻ്റെ ദൈവമുണ്ട്. എൻ്റെ കൂടെ ഇരിക്കുന്നതായുള്ള അതാണ് എൻ്റെ ദൈവം എന്ന് പറയുന്നു. ആ ദൈവം എന്നെ ബലപ്പെടുത്തി. ഞാൻ വളരെ ഒരു ഭയമുള്ള ഒരു വ്യക്തിയായിരുന്നു. ഞാൻ പലപ്പോഴും എനിക്ക് എല്ലാത്തിലും ഞാൻ ആരോട് പറയും, ഇത് പറഞ്ഞാൽ കുഴപ്പമുണ്ടോ, അങ്ങോട്ട് തിരിഞ്ഞാൽ കുഴപ്പം, തിരിയാൻ കുഴപ്പം, രാത്രി കിടക്കാൻ പേടി, ഇതെല്ലാമായിരുന്നു. പക്ഷെ ഞാൻ ഒരു ഇതിനെ ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിച്ചപ്പോൾ എൻ്റെ ദൈവം തന്ന ഒരു വാചകമുണ്ട്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോടുകൂടെയുണ്ട്, ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിൻ്റെ ദൈവമാകുന്നു. ആ വാചകമാണ് എൻ്റെ ജീവിതത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ഏതെങ്കിലും ഒരു പ്രയാസത്തിൽ വരുമ്പോൾ ഞാൻ പെട്ടെന്ന്, ഞാനെന്തിനാണ് ഭയപ്പെടുന്നത്, ഞാൻ ഇന്നിപ്പോൾ ഇങ്ങോട്ട് വരുന്നു, എനിക്ക് എന്ത് പറയണമെന്ന് എനിക്കറിയത്തില്ല. അച്ഛൻ അറിയാമല്ലോ, ഞാൻ ഇപ്പോൾ വന്നു കഴിഞ്ഞ് ഞാനെന്ത് എൻ്റെ ഭയത്തിൽ എന്നെ ഉറപ്പുള്ളവൾ ആക്കി എന്നുള്ളതാണ് എൻ്റെ വലിയൊരു സാക്ഷ്യം. വലിയ സാക്ഷ്യം. എനിക്കിപ്പം ഒരു സംഗതിയിലും ഞാൻ അധികം ഭയപ്പെടുകയില്ല, ഒരു കാര്യത്തിൽ ഞാൻ അധികം വറി ചെയ്യാൻ പോകത്തില്ല. എനിക്ക് എന്തെല്ലാം കാര്യങ്ങൾ ബാക്കി എൻ്റെ ദൈവത്തിന് സ്തുതി പറയാനുണ്ട്, ഞാൻ എന്തിനാ ഭയപ്പെടുന്നത്. അതേ സൂസൻ ഈ സാക്ഷ്യത്തിലൂടെ പല അനുഭവങ്ങൾ പങ്കുവെച്ചു. മകൻ്റെ ജനനത്തോടനുബന്ധിച്ച് ശാരീരികമായി നേരിട്ട അസ്വാസ്ഥ്യം, അതിൻ്റെ മധ്യേ ദൈവം എനിക്കൊരു മകനെ നൽകി. ആ മകൻ ആരോഗ്യമുള്ളവനായിട്ട് നല്ലൊരു ഡോക്ടറായിട്ട് ഇപ്പോൾ പ്രവർത്തിക്കുന്നു. അങ്ങനെ സന്തോഷത്തോടിരിക്കുമ്പോഴാണ് നനച്ചിരിക്കാത്ത നാഴികയിൽ എൻ്റെ എല്ലാമായിരുന്ന എൻ്റെ ഭർത്താവ് എന്നിൽ നിന്ന് വേർപെട്ടു. അത് വല്ലാത്തൊരു ശൂന്യത ഉണ്ടാക്കി. എല്ലാം എനിക്ക് വേണ്ടി ചെയ്തുകൊണ്ടിരുന്ന ഭർത്താവാണ്, ഇനി ഞാൻ എങ്ങനെ കാര്യങ്ങളൊക്കെ നടത്തുമെന്നുള്ള ചിന്ത, ഞാൻ ഒറ്റപ്പെട്ടു പോയല്ലോ, നിസ്സഹായാണല്ലോ എന്നുള്ള ചിന്ത. അങ്ങനെയുള്ള ചിന്തയുടെ മധ്യയാണ് നീ ഏകയല്ല, ഞാൻ നിന്റെ കൂടെ ഉണ്ട് എന്നുള്ള ദൈവത്തിൻ്റെ വലിയ ഒരു കരം അതിൻ്റെ മധ്യേ കാണുവാൻ സാധിച്ചു. ഭർത്താവ് എന്നിൽ നിന്ന് അകന്നു പോയെങ്കിലും ആ ഭർത്താവ് ഇപ്പോഴും ദൈവത്തോടു കൂടെ ജീവിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നത് എൻ്റെ ഒരു വലിയ പ്രത്യാശയാണ്. അതിനെ തുടർന്ന് എൻ്റെ ജീവിതത്തിലുണ്ടായ അപകടങ്ങൾ, ആ അപകടങ്ങളുടെ മധ്യേയും എനിക്ക് ദൈവം വിടുതൽ തന്നു, അതിനെ അതിജീവിക്കാനുള്ള കൃപ തന്നു. അപ്പം ഇങ്ങനെ ഒന്നൊന്നായിട്ട് പല രീതിയിലുള്ള പ്രതിസന്ധികൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായി എങ്കിലും, അത് തൽക്കാല വിഷമമോ ദുഃഖമൊക്കെ ഉണ്ടായിക്കെങ്കിലും അന്തിമമായിട്ട് ആത്യന്തികമായിട്ട് ഞാൻ നോക്കുമ്പോൾ അതെൻ്റെ വളർച്ചയ്ക്ക് മുഖാന്തരമായി തീർന്നു. ഇതോർക്കുമ്പോൾ ദൈവത്തിന് സ്തോത്രം ചെയ്യാതിരിക്കാനായിട്ട് സാധിക്കുന്നില്ല. ശരിയാണ്. അപ്പൊ എൻ്റെ പ്രതിസന്ധി എന്നെ വളർത്തുവാൻ തക്കവണ്ണം മുഖാന്തരമായി തീർന്നു. അതുകൊണ്ട് ഇപ്പൊ അവസാനം പറഞ്ഞ ഒരു വാക്യം, നീ ഭയപ്പെടരുത്, നീ ഭ്രമിച്ചു നോക്കരുത്, ഞാൻ ദൈവമായി നിന്നോട് കൂടെയുണ്ട്. ഈ ഒരു വലിയ ഉറപ്പിലും ധൈര്യത്തിലും തുടർന്നും ജീവിപ്പാൻ തക്കവണ്ണം ദൈവം കൃപ ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. ഈ ഒരു വലിയ സാക്ഷ്യത്തെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇത് കേൾക്കുന്ന അനേകർക്കും ഇത് ബലം പകർന്നു കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വന്ന് സംബന്ധിച്ചതിൽ സൂസനോടുള്ള പ്രത്യേക നന്ദി ഈ അവസരത്തിൽ അറിയിക്കുന്നു. അതികഠിനമായിട്ടുള്ള പല പ്രതിസന്ധികളിലൂടെ കടന്നുപോയ സൂസൻ്റെ ചിന്തകൾ നമ്മൾ കേട്ടല്ലോ. തൻ്റെ കുഞ്ഞിൻ്റെ ജനനത്തോടനുബന്ധിച്ചുള്ള പ്രതിസന്ധി, പെട്ടെന്നുള്ള ഭർത്താവിൻ്റെ വേർപാടിൽ ഉണ്ടായ പ്രതിസന്ധി, തനിക്ക് നേരിട്ട അപകടത്തിലുണ്ടായ പ്രതിസന്ധി, ഇങ്ങനെ അടിക്കടി കുടുംബത്തിലുണ്ടായ പ്രതിസന്ധികൾ ഏത് മനുഷ്യനെയും തളർത്തിക്കളയാം. എന്നാൽ അതിനെയൊക്കെയും അതിജീവിപ്പാൻ തക്കവണ്ണം സൂസന് സാധിച്ചു എന്നുള്ളതാണ് ഈ സാക്ഷ്യത്തിലൂടെ നമ്മൾ കേട്ടത്. ഈ സാക്ഷ്യത്തിലൂടെ നമ്മൾ കേട്ട സൂസൻ്റെ അനുഭവം നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികളെ നേരിടുവാൻ നമ്മെ കെൽപ്പുള്ളവരാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്
ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു. മഗരി മഗരി സനിധാ സരി മഗരി പപ മഗരി മപദ സാനിധ പമഗരി സരി മഗരി മപദാ മപദ സാനിധാരി സരി മഗരി പമഗരി സനിധാദ സധരി സനിധ പപ മഗരി പമഗരി സനിധാരി സരി മരിസാ. പദപ മഗരി മഗരി സനിധ ദസരി മഗരി പപ മഗരി മപദ സാനിധ പമഗരി സരി മഗരി മപദ മപദ സാനിധ സരി മഗരി പമഗരി സനിധ ദസധരി സനിധ പപ മഗരി പമഗരി സനിധ സരി മരിസ. സ്നേഹം കനിവിൻ ഭാവമെന്നിൽ പറയണം, എന്നിൽ തുടിക്കണം നിത്യസ്നേഹം കനിവിൻ ഭാവമെന്നിൽ പറയണം. ആത്മഫലങ്ങൾ എന്നും നൽകാൻ ആത്മഫലങ്ങൾ എന്നും നൽകാൻ ജീവന്റെ ഉറവയേകൂ, ജീവന്റെ ഉറവയേകൂ. പ്രത്യാശ നൽകും കാൽവരിനാഥ സ്നേഹത്തിനുറവിടമേ. നിന്മഹൽ സ്നേഹത്തിൻ പൊരുളറിയാതെ ജീവനെ നഷ്ടമായി
ജീവനെ നഷ്ട